ഖത്തറിൽ വന്നിട്ടുള്ള സെക്കൻഡ് വ്ളോഗാണ് കിട്ടുന്നത്. അപ്പോൾ ഗൂഗിൻ്റെ ബർത്ത്ഡേക്ക് ശേഷമുള്ള ഒരു ഔട്ടിങ്ങാണ്. എപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയാലും അളിയനൊരു ചായ മസ്റ്റാണ്. അപ്പോൾ എം.ആർ.ഐ കയറുന്നു, ചായ കുടിക്കുന്നു. അത് എന്ന് നമ്മൾ ഔട്ടിങ്ങിന് പോവുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഗൂഗിക്കാണെങ്കിൽ എൻ്റെ കൂടെ വ്ളോഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. മേമ വ്ളോഗ് എടുക്കുക, ഇനി എപ്പോഴാണ് നെക്സ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യണത്, അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഒരു വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ അതിന് കമൻ്റ് ഇടും, എല്ലാവരും ഫോണിലൊന്നും കയറിയിട്ട് നോക്കും. അങ്ങനെ അത്രക്കും ഇഷ്ടമുള്ള കാര്യം കേട്ടോ വ്ളോഗ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വന്നിട്ടുള്ളത് ദോഹ ഫെസ്റ്റിവൽ സിറ്റി കണ്ടു. മിക്ക ഷോപ്പിലും ഓഫർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഷോപ്പിൽ കയറാനൊരു മോട്ടിവേഷൻ കേട്ടോ. കാരണം എല്ലായിടത്തും 30%, 50% അങ്ങനെ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഫസ്റ്റ് സാറേക്കാണ്. സാറേ പിന്നെ പ്രത്യേകിച്ച് ഓഫറൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ നേരെ പിന്നെ പോയത് സെൻട്രൽ പോയിൻറ്റിലേക്കാണ്. സെൻട്രൽ പോയിൻറ്റിൽ കയറി ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയ. അപ്പോൾ ഒന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുള്ളായിട്ടൊന്ന് കയറി എല്ലാ മോഡൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊന്ന് ഇറങ്ങി. അപ്പോൾ തന്നെ ഗൂഗിയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് വേണ്ട സാധനം അവൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ അവൾ മേടിച്ചു കൊണ്ടത് കോൾഡ് കോഫി. അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം അവൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കോൾഡ് കോഫി ആണെങ്കിൽ കോൾഡ് കോഫി. പിന്നെ എന്ത് സാധനം കിട്ടി കഴിഞ്ഞാലും മേമാർക്ക് തരുന്നുണ്ടേ. എനിക്ക് ഷുഗർ കട്ട് പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഐക്കേക്കാണ്. സ്വപ്നങ്ങളുടെ ലോകം എന്ന് പറയാലോ. അപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടോ ഐക്കേക്ക് പോയത്. പിന്നെ പോയതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ടേനി. ഗോഗിക്കൊരു ബെഡ് സെറ്റും കൂടെ എടുക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഐക്കേക്ക് പോയത്. അവിടെ പിന്നെ ഞങ്ങൾക്ക് പറ്റിയതൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ എക്സിറ്റിൽ ഇറങ്ങിയിട്ട് പാൻ ഹോമിലേക്ക് പോയി. പാൻ ഹോമിൽ ഇതേപോലെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പാൻ ഹോമിലൊന്ന് കയറി നോക്കിയപ്പോൾ അവിടെയും നമുക്ക് പറ്റിയതില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ അവിടേക്ക് എത്തിപ്പെടുക ഹോം സെൻറ്റർ. അങ്ങനെ ഞങ്ങൾ ഹോം സെൻറ്ററിലേക്കാണ് കേട്ടോ പോയത്. ഹോം സെൻറ്ററിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ 50%, 20% ഒക്കെ അതേപോലെ ഓഫർ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ നോക്കിയേ വേണ്ട, ഞാൻ എൻ്റേതായ ലോകത്തിൽ സ്വപ്നം കണ്ട് ഇങ്ങനെ നടക്കട്ടോ. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഞാൻ നേരെ ഫസ്റ്റ് ചെന്നത്. ഇങ്ങനെ ഫുള്ളായിട്ടുള്ള മിറർ കാണാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഇങ്ങനെ സെറ്റാക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ നോക്കി നടക്കുക കേട്ടോ. അപ്പോഴാണ് ഞാൻ ആലോചിക്കണത്, ഞാൻ ഇപ്പോൾ വന്നത് എന്തിനാ. അപ്പോൾ അവരൊക്കെ ഇത് നോക്കാൻ വേണ്ടി പോയി. പിന്നെ ഞാൻ നേരെ അവരുടെ അടുത്തേക്ക് പോയിട്ടോ. പിന്നെ താത്താക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞാൽ ഒന്ന് ഹോൾഡ് ഔട്ടോ. കാരണം താത്താക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെറിയ കുഷ്യൻസ്, അതേപോലെ തന്നെ ഡോൾസ്, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ഗൂഗിക്കുള്ള ബെഡ് സെറ്റൊക്കെ എടുത്ത് യുനെസ്കോ ബിൽഡിങ്ങിൽ കയറി. അപ്പോൾ ഞാൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടന്നിട്ട് പിന്നെ ഞങ്ങൾ വെയിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി വെയിറ്റ് ചെയ്ത് നിൽക്കുക വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് 2 കൂപ്പൺ കിട്ടി. അപ്പോൾ ഇറ്റാലിയൻ ഫുഡാണ്. അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ വന്ന ശേഷമാണ് കൊറിയൻ ഫുഡാണെങ്കിലും ചൈനീസ് ഫുഡാണെങ്കിലും ഇറ്റാലിയൻ ഫുഡാണെങ്കിലും ഒക്കെ ട്രൈ ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഞങ്ങൾ വാങ്ങിയ ഫുഡ്. പിന്നെ പിറ്റേ ദിവസം ഇവർക്ക് വർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ.